ഹലോ മൈ വ്യൂവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. എല്ലാവർക്കും നമ്മുടെ മാക്ക് അപ്ഡേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ മാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി, ആനിമെ, കെ ഡ്രാമയുടെ ഗൈസ്. നമ്മൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടിയും അപ്ഡേറ്റ്സാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തണം. അത് നമ്മൾ ഷോർട്ടാക്കിയിട്ട് മാക്ക് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നതാണ്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാക്ക് അപ്ഡേറ്റ്സിൻ്റെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പാറ്റ്യൂഡിൻ്റെയാണ് ഗൈസ്. പാറ്റ്യൂഡിൻ്റെ ട്രെയിലർ ഈ അടുത്ത് തന്നെ റിലീസാവും. അതിൻ്റെ സെൻസറിൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മറ്റേ 23 മിനിറ്റും 29 സെക്കൻഡായിട്ടാണ് ഗൈസ് ട്രെയിലറിൻ്റെ ലെങ്ത്ത് വന്നത്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വാഴയുടെയാണ് ഗൈസ്. വാഴയുടെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. UA13+ ആണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ദുരന്തറിൻ്റെയാണ് ഗൈസ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ അപ്ഡേഷൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ദുരന്തർ 1000 കോടി കംപ്ലീറ്റ് ആയെന്ന്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ അവരുടെ വന്നിട്ടുണ്ട്. 1 വീക്ക് കൊണ്ട് കിട്ടിയേക്കുന്നത് 1088 കോടിയായിട്ട് ഗൈസ്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പെഡ്ഡിയുടെയാണ് ഗൈസ്. പെഡ്ഡിയുടെ ഓൾറെഡി ഇന്നലത്തെ അപ്ഡേറ്റ് ആണ് അത്. ഇന്നലെ ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ട് രാംചന്ദ്രൻ്റെ ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി എങ്ങാനും കാണാത്തവരുണ്ടെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് ഗൈസ്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൻ്റെയാണ് ഗൈസ്. ഇന്നലെ വിസ്മയ മോഹൻലാലിൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഗൈസ്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലൂട്ടോടെയാണ് ഗൈസ്. നീരജ് മാധവ് നായകനാണ്. അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായി. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനിമേഡാണ് ഗൈസ്. ജുജുത്സു കൈസണില്ലേ ഗൈസ്, അതിൻ്റെ സീസൺ 3യുടെ എപ്പിസോഡ് 12-നാണ് ഗൈസ് റേറ്റിംഗ് വന്നേക്കുന്നത്. 9.9 കിട്ടിയേക്കുന്നത് 10-ൽ. അതായത് ഈ വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് ആണ് ഒരു ആനിമെ എപ്പിസോഡിന് കിട്ടുന്നത്. ജുജുത്സു കൈസൻ്റെ നമ്മുടെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ജുജുത്സു കൈസൻ്റെ 3ാമത്തെ സീസണിലെ എപ്പിസോഡ് നമ്പർ 12-നാണ് ഗൈസ് കിട്ടിയേക്കുന്നത്. ഞാൻ ഇത് കണ്ടിട്ടില്ല ഗൈസ്. ആനിമെ എനിക്ക് കാണണം എന്നുണ്ടായി, പക്ഷെ ഞാൻ അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയതാണ്. എനിക്കറിയാം മെയിനായിട്ടുള്ളൊരു ആനിമയാണെന്ന്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഇങ്ങനെ കുറേ ആനിമീസ് കാണാനുണ്ട്. ഒന്നാമത് നമ്മുടെ ചാനലും സെറ്റായിട്ട് ഓരോന്ന് കണ്ടിട്ട് ഓരോന്നിൻ്റെ അഭിപ്രായം ഒന്ന് ആഡ് ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണാതെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നത്. എന്തായാലും ഓരോന്നിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളായിട്ട് വരും ഗൈസ്. അപ്പോൾ നിങ്ങൾ ഏതാണ് ആദ്യം തന്നെ ഇതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടൻസ് അല്ലെങ്കിൽ ആനിമ റിലേറ്റഡ് എങ്ങനത്തെ കണ്ടൻസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ ഗൈസ്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് ചെയ്യാമല്ലോ. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ബി ഹാപ്പി ഇല്ലേ ഗൈസ്, നമ്മുടെ അല്ലു അർജുൻ്റെ പടം. അത് റിലീസ് ചെയ്യണുണ്ട്. ഏപ്രിൽ 8-ാം തീയതിയാണ് റിലീസ് ചെയ്യേണ്ടത് ഗൈസ്. അടിപൊളി പടം ഓർന്നത്. പിന്നെ നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇന്നലെ എമ്പുരാൻ്റെയും 1 ഇയർ ആവണ ദിവസം ഓർന്നത് ഗൈസ്. അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ, അവരുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ബിഹൈൻഡ് ദ സീൻ്റെ ഒരു വീഡിയോ അവർ അപ്പ് ചെയ്തിട്ടുണ്ടായി ഇന്നലെ ഗൈസ്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ രാമായണത്തിൻ്റെയാണ് ഗൈസ്. രാമായണത്തിൻ്റെ ഗ്ലിംസ് വന്നിട്ടുണ്ട് ഏപ്രിൽ 2-ാം തീയതി. പിന്നെ റിലീസ് ഡേറ്റ് ഓൾറെഡി ദിവാലിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചായി ഈ വർഷം. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സന്ദീപില്ലേ ഗൈസ്. സന്ദീപിൻ്റെ അടുത്ത പടം കിരൺ ജോസായിട്ടാണെന്നാണ് മനസ്സിലായത്. സോഷ്യൽ മീഡിയ കണ്ടതായിട്ട് ഗൈസ്. നമ്മുടെ പ്രേമലൂറിൻ്റെ റൈറ്ററാണ് പുള്ളിയല്ല ഈ കഥയുടെ റൈറ്റിംഗ് എന്നാണ് മനസ്സിലായത്. പുള്ളി ഡയറക്ഷനാണ്. റൈറ്റിംഗ് വേറൊരാളാണ്, ഞാൻ പേര് വിട്ടുപോയി. ഭാവന സ്റ്റുഡിയോസാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L360 ആണ് ഗൈസ്. ലാലേട്ടൻ തരുൺമൂർത്തി പടത്തിൻ്റെ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ടായി. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനനായകൻ്റെയാണ് ഗൈസ്. ജനനായകൻ നമുക്ക് സോഷ്യൽ മീഡിയ കണ്ടതാണ് ഗൈസ്. മനസ്സിലാക്കാൻ സാധിച്ചത് ഈ അടുത്തൊന്നും ഇനിയിപ്പോൾ അതിൻ്റെ റിലീസ് ഇല്ല എന്നുള്ള രീതിയിലാണ്. അതായത് അവരുടെ പ്രൊഡക്ഷൻ ടീം ഇനി ആദ്യം തൊട്ട്, അതായത് OTTയിൽ അത് ഇതായിപ്പോൾ എന്ന് പറയേണ്ടത്, അതായത് ആമസോണായിട്ടാണ് എൻ്റെ ഓർമ്മ. അവരായിട്ട് OTTയിൽ സെറ്റ് ചെയ്തായിരുന്നല്ലേ. അപ്പോൾ അവർ ഇതിൽ നിന്ന് പിന്മാറിയെന്നും പിന്നെ ഓവർസീസിൽ നിന്നും ഫാർസും പിന്മാറിയെന്ന് കേൾക്കുന്നുണ്ട്. ഒക്കെ സോഷ്യൽ മീഡിയ കണ്ടതാണ്. പിന്നെ അതുകൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് ഇനി ഒന്നും കൂടി ഫസ്റ്റ് തൊട്ട് അവർ എല്ലാം സെറ്റ് ചെയ്ത് നോക്കുന്നുള്ള രീതിയിലാണ് കണ്ടത്. എത്രത്തോളം ശരിയാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടതും ഈ റൂമേഴ്സ് എനിക്ക് തോന്നുന്നത് കറക്റ്റാണെന്നാണ്. കാരണം ഞാൻ ഈ ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് പേജസ് ഫോളോ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൽ കണ്ട ന്യൂസാണ്. അതിൽ പറയുന്ന അനുസരിച്ചാണ് ഇനിയിപ്പോൾ ജൂലൈയിലൊക്കെയാണ് അടുത്ത മെയിനായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഗൈസ് എന്താണ് ഇനിയിപ്പോൾ ഫർദർ അപ്ഡേറ്റ്സ് എന്ന്. പിന്നെ എത്ര ഉള്ളൂടെ ഗൈസ് ഇന്നത്തെ അപ്ഡേറ്റ്സിൻ്റെ വീഡിയോ. ചെറിയ വീഡിയോ എന്ന് എനിക്കറിയാം. പിന്നെ എന്താണ് ഗൈസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയട്ടെ ഗൈസ്. എനിക്കറിയാം ഒരുപാടുണ്ടെന്ന്. ഓരോ വീഡിയോസ് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരട്ടെ ഗൈസ്. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്ന് താങ്ക് യു.